നമസ്കാരം. വി ഡി സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു ദിവസം പിന്നിട്ടിട്ടും മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിനിയും പരിഹാരമായില്ല. പ്രധാനപ്പെട്ട പല വകുപ്പുകളിലും മന്ത്രിമാർ മാറ്റം ആവശ്യപ്പെട്ടതോടെയാണ് ചർച്ചകൾ നീണ്ടുപോകുന്നത്. കെ സി വേണുഗോപാൽ പക്ഷത്തു നിന്നുള്ള മന്ത്രി അനിൽകുമാറിന് വൈദ്യുതി വകുപ്പിനൊപ്പം ദേവസ്വം വകുപ്പ് കൂടി നൽകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത്. അതേസമയം ദേവസ്വം വകുപ്പ് വിട്ടുകൊടുക്കുന്നതിന് പകരമായി കെ മുരളീധരന് ആരോഗ്യ വകുപ്പിനൊപ്പം സ്പോർട്സ് വകുപ്പ് കൂടി നൽകി അണുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും കോൺഗ്രസ് നേതൃത്വത്തിൽ സജീവമാണ്. ഏറെ പ്രതീക്ഷകളോടെയാണ് കേരളത്തിലെ ജനങ്ങൾ UDF വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ചത്. 102 സീറ്റ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് UDF എത്തുകയും ചെയ്തു. എന്നിട്ടും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒരു ദിവസങ്ങൾ പിന്നിടുമ്പോഴും മന്ത്രിമാർ ആരൊക്കെ, അവർ വകുപ്പുകൾ ഏതൊക്കെയെന്ന കാര്യത്തിൽ വ്യക്തത വരാത്തത് എന്തായാലും വലിയ പ്രതിസന്ധിയാണ്. മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിൽ പോലും 11 ദിവസമാണ് ഹൈക്കമാൻഡ് സമയമെടുത്തത്. ഇനി മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതിലും ഈ പ്രതിസന്ധി ഉണ്ടോ എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം. മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു, വകുപ്പുകളൊക്കെ ഇനി വീതിച്ച് നൽകേണ്ടതുണ്ട്. ഈ വകുപ്പുകളുടെ പുറത്താണ് ഇപ്പോൾ പരസ്പരം ആളുകൾ തമ്മിലടിക്കുന്നത്. എന്നാൽ ഈ ചർച്ചകൾക്കിടയിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത് ഫിഷറീസ് വകുപ്പിനെ ചൊല്ലിയുള്ള തർക്കമാണ്. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗവും ഒപ്പം ലത്തീൻ കത്തോലിക്ക സഭയും ശക്തമായ വിയോജിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ലീഗിന് ഫിഷറീസ് വകുപ്പ് വിട്ടു നൽകിയാൽ മാത്രമേ തങ്ങളുടെ കൈവശമുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് കൈമാറാൻ തയ്യാറാവൂ എന്ന കർശന നിലപാടിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നതിനിടെ മന്ത്രിമാരായ കെ മുരളീധരനും CP ജോണും തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള ലത്തീൻ അതിരൂപത ആസ്ഥാനത്തെത്തി സഭാ നേതൃത്വവുമായി നിർണായക കൂടിക്കാഴ്ചയും നടത്തി. എന്നാൽ ഫിഷറീസ് വകുപ്പിന്റെ കാര്യത്തിൽ തങ്ങളുടെ മുൻ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന് ലത്തീൻ സഭ മന്ത്രിമാരെ കൃത്യമായി അറിയിച്ചു. കടലിനെയും തീരദേശത്തെയും അടുത്തറിയുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ തന്നെ ഫിഷറീസ് മന്ത്രിയായി വരണം എന്നാണ് സഭയുടെ നിലപാടെന്ന് ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ഫാദർ യൂജീൻ പെരേര വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സഭാ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയെ രാഷ്ട്രീയ വിവാദമാക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലാണ് മന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചത്. താൻ ബിഷപ്പ് ഹൗസിലെ സ്ഥിരം സന്ദർശകനാണെന്നും സൗഹൃദ സന്ദർശനം മാത്രമാണ് നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. വകുപ്പ് വിഭജനം സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങാൻ അധികം വൈകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും ഇന്നെങ്കിലും അതിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വരും മണിക്കൂറുകളിൽ മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ തമ്മിൽ നടത്തുന്ന ചർച്ചകളിലൂടെ മാത്രമേ ഈ വകുപ്പ് തർക്കങ്ങൾക്ക് അന്തിമ പരിഹാരം കാണാൻ സാധിക്കൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 11 ദിവസങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സമയമെടുത്ത ഹൈക്കമാൻഡും അല്ലെങ്കിൽ അതിലെ പ്രതിനിധികളും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കാൻ ഇനിയും വൈകിക്കൂടാ. ഭരണസ്തംഭനമുണ്ട് സംസ്ഥാനത്ത്. പല വകുപ്പുകളിലും കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആരൊക്കെ ഏതൊക്കെ തരത്തിൽ വീതം വയ്ക്കും, അതിലെ സാമുദായിക സമവാക്യങ്ങൾ എന്തൊക്കെയെന്ന് എന്തായാലും അടിയന്തരമായി തീരുമാനിക്കേണ്ടതുണ്ട്. ഇതൊരു മതേതര രാജ്യമാണ്. അവിടെ സാമുദായിക ഇഷ്ടങ്ങൾ വരിക എന്ന് പറയുന്നതും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല.